ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. ആസ്തൃതായാമമാർഗോയം രസനാം പ്രതിഗർജതി യേഷാമന്തർഗതം ധ്വാന്തമേതദപ്യന്തരാനനം. ആസ്തൃതായാമമാർഗഃ അയം. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ആസ്തൃതായാമമാർഗം, ആസ്തൃതായാമമാർഗോയം. ആസ്തൃതായാമമാർഗഃ എന്ന് പറഞ്ഞാൽ നല്ല നീളവും വീതിയുമുള്ള മാർഗം അഥവാ വഴി. ആ ഒരു പാത നല്ല നീളവും വീതിയുമുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു കഥ നടക്കുന്ന ഏതോ നദിയുടെ കരയിലാണെന്ന് മുൻപേ ഒരു സൂചന തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വശത്തുകൂടി നല്ല നീളവും വീതിയുമുള്ള ഒരു പാത അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതിവിടെ പറയുകയാണ് അയം എന്ന് പറഞ്ഞാൽ ഈ, അതായത് ഇപ്പോൾ ഈ നദിയുടെ കരയിലുള്ള നല്ല നീളവും വീതിയുമുള്ള പാത രസനാം പ്രതി ഗർജതി. രസനാം പ്രതി എന്ന് പറഞ്ഞാൽ നാവിനെ കുറിച്ച്, ഗർജതി എന്ന് പറഞ്ഞാൽ സ്പർദ്ധിക്കുന്നു. യേഷാം അന്തർഗതം ധ്വാന്തമേതദപ്യന്തരാനനം. യേഷാം അന്തർഗതം, യേഷാം എന്ന് പറഞ്ഞാൽ ഇവയുടെ അന്തർഗതം ഉള്ളിലുള്ള, ധ്വാന്തമേതദപ്യന്തരാനനം. ധ്വാന്തം ഏതത് അപി അന്തരാനനം. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ ചേരുന്നതാണ് ധ്വാന്തമേതദപ്യന്തരാനനം. ധ്വാന്തം ഏതത്, ഏതത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണ്. അതായത് ഈ ധ്വാന്തം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഈ ഇരുട്ട് അന്തരാനനം, അതായത് മുഖത്തിൻ്റെ, ആനനം എന്നാലും മുഖം, അന്തരാനനം മുഖത്തിൻ്റെ ആ ഒരു മധ്യഭാഗത്തെക്കുറിച്ചാണ്. വായ്ക്കുള്ളിൽ ഇപ്പോൾ ആ കുട്ടികൾ കാണുന്ന വലിയൊരു ഇരുട്ട് നിറഞ്ഞ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ നല്ല നീളവും വീതിയുമുള്ള ഈ നദിയുടെ കരയിലൂടെ കടന്നു പോകുന്ന ഈ പാത ഏകദേശം അത്ര തന്നെ നല്ല നീളവും വീതി, ആ പാതയോളം തന്നെ തോന്നുന്നു ഈ ജന്തുവിൻ്റെ നാവിന്. അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ആ ഗുഹയിലാകട്ടെ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. ഈ പാതയുടെ വിശേഷത നമ്മൾ പറഞ്ഞിരുന്നു മുൻപുള്ള ശ്ലോകങ്ങളിൽ. രണ്ടു വശത്തും വലിയ പർവ്വത നിരകളുടെ നടുവിലൂടെയാണ് ഇത് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആ പർവ്വതങ്ങളുടെ ഒരു മറവുള്ളത് കൊണ്ട് തന്നെ ഒരല്പം ഇരുട്ടിൻ്റെ ഒരു അംശം അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു പാതയുടെ തുടർച്ചയാണോ എന്ന് തോന്നുമാറ് ഈ ജന്തു വന്നിട്ട് ഈ പാതയുടെ മധ്യത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ആ കരയ്ക്കുള്ള ആ പാതയുടെ തന്നെ ഒരു തുടർച്ചയാണോ ഈ ജന്തുവിൻ്റെ നാവ് എന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വീതിയുണ്ട്, നീളവും വീതിയും ഒക്കെ പുറമേ നിന്ന് തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ജന്തുവിൻ്റെ നാവ്. പർവ്വതങ്ങൾക്കിടയിൽ സ്വാഭാവികമായും സൂര്യരശ്മികൾക്ക് പൂർണ്ണമായും എത്തിപ്പെടുവാനൊരു മറ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്രകാരമാണോ അവിടെ ഒരു നേരിയ ഒരു ഇരുട്ട് വ്യാപിക്കുന്നത്, അതേപോലെ എന്നാൽ ഈ ജന്തുവിൻ്റെ നാവിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അതിഭയാനകമായ ഒരു ഇരുട്ടാണ് കാണുന്നത്. കുട്ടികൾ വല്ലാതെ ഭയക്കുന്നുണ്ട് ഈ ജന്തുവിനെ കണ്ടിട്ട്. അപ്പോൾ ജന്തുവാണോ, അവിടെ പുതിയതായി രൂപം കൊണ്ട മലകൾ പോലെ മറ്റെന്തോ ഒരു പ്രതിഭാസമാണോ, പ്രകൃതിയുടെ ഒരു വിലാസമാണോ എന്ന് തന്നെ കുട്ടികൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സംശയപക്ഷത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പാതയുടെ വീതിയോളം തന്നെ നീളവും വീതിയും തോന്നിക്കുന്നുണ്ട് ഈ ഒരു ജന്തുവിനെ പോലെ തോന്നിക്കുന്ന, ഒരു പെരുമ്പാമ്പിനെ പോലെ തോന്നിക്കുന്ന ഈ ജന്തുവിൻ്റെ നാവിന്. കുട്ടികൾക്കാകെ ഇപ്പോൾ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ട അവസ്ഥയാണ്.
നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആസ്തൃതായാമമാർഗോയം രസനാം പ്രതിഗർജതി യേഷാമന്തർഗതം ധ്വാന്തമേതദപ്യന്തരാനനം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യേഷാം അന്തർഗതമാണ്, മായയുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ ധ്വാന്തം ഏതത്, മായയുടെ അകാരം ശ്രദ്ധിക്കുക. ഏതത് അപിയാണ്, ദായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ അപ്യന്തരാനനം, അപി അന്തരാനനം, പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 23-ാമത്തെ ശ്ലോകമാണ്. ദാവോഷ്ണഖരവാതോയം ശ്വാസവദ്ഭാതി പശ്യത തദ്ദഗ്ധഃ സത്വദുർഗന്ധോപ്യന്തരാമിഷഗന്ധവത്. ദാവോഷ്ണഖരവാതോയം, ദാവോഷ്ണഖരവാതഃ അയം, അയം എന്ന് പറഞ്ഞാൽ ഈ. ദാവ ഉഷ്ണഖരവാതഃ, ദാവ എന്ന് പറഞ്ഞാൽ കാട്ടുതീ. കാട്ടുതീ കൊണ്ട് ഉഷ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചൂട് കാരണം, ഖരവാതഃ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള ഒരു കാറ്റ്, ചൂട് നിറഞ്ഞ, സഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള, അത്രമാത്രം തപിപ്പിക്കുന്ന ഒരു കാറ്റ്. വാതം എന്നാൽ കാറ്റ്, വാതോയം. ഈ കാറ്റ് ശ്വാസവദ്ഭാതി പശ്യത, ശ്വാസവത് ശ്വാസം എന്ന പോലെ, ഭാതി ശോഭിക്കുന്നു, പശ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, കുട്ടികൾ പറയാണ്, നോക്കൂ ഈ ജന്തുവിൻ്റെ ശ്വാസമാണെന്ന് തോന്നുന്നു പുറത്ത്. ഇപ്പോൾ ഇവിടെ ഈ അടിക്കുന്ന കാറ്റിന് കാട്ടുതീ പോലെ സഹിക്കാനാവാത്തതായിട്ടുള്ള ഒരു കഠിനമായ ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. തദ്ദഗ്ധ സത്വദുർഗന്ധോപ്യന്തരാമിഷഗന്ധവത്. തദ്ദഗ്ധ സത്വദുർഗന്ധഃ അപി അന്തരാമിഷഗന്ധവത്. ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. തദ്ദഗ്ധ സത്വദുർഗന്ധഃ അപി, അതായത് തദദഗ്ധ, ആ ഒരു കാട്ടുതീയിൽ അങ്ങനെ ദഹിപ്പിക്കപ്പെട്ട പ്രാണികളുടെ സത്വദുർഗന്ധ, ആ പ്രാണികളുടെ ദുർഗന്ധവും, അതുപോലെ അന്തരാമിഷഗന്ധവത്, വായിനുള്ള അന്തരാമിഷം എന്ന് പറഞ്ഞാൽ വായ്ക്കുള്ളിൽ അകപ്പെട്ടതായിട്ടുള്ള മാംസത്തിൻ്റെ ഗന്ധവത്, ഗന്ധമെന്ന പോലെ, ഭാതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ കാട്ടുതീയിൽ പെട്ടിട്ട് പല പ്രാണികളും വെന്ത് ഉരുകിപ്പോകാറുണ്ട്, വെന്ത് മരിക്കാറുണ്ട്. അങ്ങനെ മാംസം വെന്തതിൻ്റെ പോലത്തെ ഒരു ദുർഗന്ധം ഈ കാറ്റിനുണ്ടല്ലോ. അതായത് ഈ ജന്തുവിൻ്റെ നിശ്വാസവായുവിന്, പുറത്തേക്കുള്ള വായുവിന്, ഇത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതിലൂടെ വരുന്നതാണോ? നിങ്ങൾ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഈ കാറ്റിന് ഒരു ദുർഗന്ധം, മാംസം വെന്തതുപോലെ ഒരു ദുർഗന്ധം ഉണ്ടല്ലോ. ഇനി അതുമല്ല, ഈ പ്രാണിയുടെ ഉള്ളിലേക്ക് വല്ല ജീവികളും കടന്നു പോയിട്ട് അതിനുള്ളിലകപ്പെട്ട ആ ദ്രവിക്കുന്ന മാംസത്തിൻ്റെ ഗന്ധമാണോ? ഏതായാലും എന്തോ ഒന്ന് ഒരു ഗന്ധം വമിക്കുന്നുണ്ടല്ലോ. ഇവിടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള സംശയമാണ്. ചിലപ്പോൾ ഈ ജന്തുവിൻ്റെ നിശ്വാസവായുവിൽ നിന്ന് ഉണ്ടാകുന്നതാകാം. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കാട്ടുതീ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിലും ഇതുപോലെ വീശുന്ന കാറ്റിന്, അവിടെ നിന്നും കടന്നു വരുന്ന കാറ്റ് പരിസരങ്ങളെയൊക്കെ തപിപ്പിക്കുന്നത് പോലെ ചിലപ്പോൾ ആ കാട്ടുതീയുടെ അടുത്തു നിന്നും അതിനെ തഴുകിക്കൊണ്ട് കടന്നു വരുന്ന കാറ്റായതുകൊണ്ടാണോ ഇത്രയേറെ ചൂട്? ഇനി അതുമല്ല,
ഈ ജന്തുവിൻ്റെ ശ്വാസത്തിൻ്റെ ഗതിവിഗതികളിലൂടെ പുറത്തേക്ക് വമിക്കുന്ന കാറ്റിൻ്റെ ഗന്ധമാണോ ഏതായാലും ഇപ്പോൾ ആ കുട്ടികളുടെ ഉള്ളിലൊരു ഭയാനകമായ ചിന്ത അല്ലെങ്കിൽ ഒരു ഭയാനകമായ അന്തരീക്ഷ സങ്കല്പം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം അവർ നിൽക്കുന്ന ആ പ്രദേശമാണെങ്കിലും ഈ ജന്തുവിൻ്റെ സാമീപ്യം കൊണ്ടുള്ള ഭയമാണെങ്കിലും, ഇനി അതല്ല കാട്ടുതീ ഉണ്ടായിട്ടുണ്ടാവുമോ എന്നുള്ള സന്ദേഹം കൊണ്ടുള്ള ഭയമായാലും, ഏതായാലും ഈ ഒരു അജഗര രൂപത്തിൻ്റെ സാമീപ്യം കുട്ടികളെ തെല്ലൊന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്, ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദാവോഷ്ണഖരവാതോയം ശ്വാസവദ്ഭാതി പശ്യത തദ്ദഗ്ധസത്വദുർഗന്ധോപ്യന്തരാമിഷഗന്ധവത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദാവോഷ്ണഖരവാതോയം, അവിടെ വാതഃ അയമാണ്, പക്ഷെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. അടുത്ത വരി ഒരു സമസ്തപദമാണ്, കഴിയുന്നതും പിരിക്കാതെ തന്നെ അത് വായിക്കുക. തദ്ദഗ്ധ സത്വദുർഗന്ധോപ്യന്തരാമിഷഗന്ധവത, അതത്രയും കഴിയുന്നതും പദം പിരിക്കാതെ തന്നെ വായിക്കുക. ഇനി അവിടെയും തദ്ദഗ്ധ സത്വദുർഗന്ധോപി അന്തരാമിഷഗന്ധവതാണ്. അതുകൊണ്ട് പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. അസ്മാൻ കിമത്ര ഗ്രസിതാ നിവിഷ്ടാനയം തഥാ ചേദ് ഭഗവദ്വിനക്ഷ്യതി ക്ഷണാദനേനേതി ബകാര്യുഷന്മുഖം വീക്ഷ്യോത്ഥസന്തഃ കരതാടനൈര്യയോ. അസ്മാൻ കിമത്ര ഗ്രസിത, അസ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ, കിം അത്ര, അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, കിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമോ എന്നുള്ള ഒരു സംശയമാണ്. ഗ്രസിത എന്ന് പറഞ്ഞാൽ ഗ്രസിക്കുമോ, നമ്മളെയൊക്കെ ഈ ജന്തു പിടിച്ച് വിഴുങ്ങുമോ എന്നുള്ള ഒരു സംശയമാണ് അപ്പോൾ കുട്ടികൾക്ക്. പിന്നെ അടുത്തത് നിവിഷ്ടാൻ അയം എന്നാണ്. അയം എന്നാൽ ഈ, ഇവൻ, അതായത് ഈ മുൻപിൽ കിടക്കുന്ന അജഗര രൂപിയായിട്ടുള്ള ജന്തു ഇനി നമ്മളെയൊക്കെ പിടിച്ചെങ്ങാനും ഗ്രസിക്കുമോ, വിഴുങ്ങുമോ. തഥാ ചേത് ഭഗവദ്വിനക്ഷ്യതി, തഥാ ചേത്, അങ്ങനെയാണെങ്കിൽ ഭഗവത് വിനക്ഷ്യതി, ഭഗവത് ഭഗം എന്ന പോലെ, വിനക്ഷ്യതി നശിക്കും. അതായത് ഇവിടെ പറയുന്നത് പോലെ ഭഗം എന്നതുപോലെ നശിക്കും എന്ന് പറഞ്ഞാൽ മുൻപൊരിക്കൽ ഭഗം വന്നിട്ട് ഇതുപോലെ ഇവരെ ഒന്ന് വിഴുങ്ങുവാൻ തുനിഞ്ഞതാണ്. നശിച്ചത് ഭഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അതും ഒരു ആശ്വാസമുണ്ട്. എന്താ, ഭഗം വിഴുങ്ങാൻ വന്നിട്ട് തങ്ങൾക്കല്ലല്ലോ നാശമുണ്ടായത്, ഭഗത്തിനല്ലേ. അപ്പോൾ കൃഷ്ണൻ കൂടെയുണ്ടെങ്കിൽ ഇനി അഥവാ ഈ ജന്തു ഞങ്ങളെ പിടിച്ചു വിഴുങ്ങിയാൽ തന്നെയും ഭഗത്തെ പോലെ, ബകാസുരൻ്റെ കാര്യം അന്ന് നമ്മൾ കഴിഞ്ഞ ലീലകളിൽ കണ്ടിരുന്നു. അപ്പോൾ ബകാസുരനെ പോലെ ഈ ജന്തുവിനും നാശം ഉറപ്പാണ്. ക്ഷണാദനേനേതി ബകാര്യുഷന്മുഖം. ക്ഷണാത് എന്ന് പറഞ്ഞാൽ ആ ക്ഷണത്തിൽ തന്നെ, അനേനേതി, അനേന ഇതി, അനേന എന്ന് പറഞ്ഞാൽ
ഇത് നിമിത്തം, അതായത് ഇപ്പോൾ തങ്ങളെ പിടിച്ച് വിഴുങ്ങുവാൻ തയ്യാറായി വന്നിരിക്കുന്ന ഈ അജഗര രൂപം തങ്ങളെ വിഴുങ്ങുന്നത് നിമിത്തം തന്നെ ഇതി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ, അപ്പോൾ തങ്ങളെ പിടിച്ച് വിഴുങ്ങുന്ന നിമിഷം തന്നെ ഈ ജന്തുവിനും ഇതേപോലെ തന്നെ ക്ഷണത്തിൽ തന്നെ നാശം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബകാരുഷന്മുഖം, ബക അരി ഉഷന്മുഖം, ബകൻ്റെ ശത്രുവായിട്ടുള്ള ഈ ഭഗവാന്റെ മനോഹരമായ മുഖത്തെ വീക്ഷ്യോത്ഥസന്ത കരതാടനൈര്യയോ, വീക്ഷ്യ ഉത്ഥസന്ത, രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വീക്ഷ്യോത്ഥസന്ത. വീക്ഷ്യ എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട്, ഉത്ഥസന്ത ഉറക്ക ചിരിച്ചു, ഹസന്ത ഹസിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഉറക്ക ചിരിച്ചു, കരതാടനൈര്യയോ എന്ന് പറഞ്ഞ്, കരതാടനൈ എന്ന് പറഞ്ഞാൽ കൈകൾ തട്ടിക്കൊണ്ട്, കൈകൾ രണ്ടും കൈയടിച്ചുകൊണ്ട്, നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ കൈയടിച്ച് ഉറക്കച്ചിരിക്കുന്നത് പോലെ ഇവിടെ ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാന്റെ, തങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള കൃഷ്ണനില്ലേ കൂടെ, ഇനി തങ്ങൾക്ക് എന്തു ഭയപ്പെടാനാ, ഭഗനെ പോലെ തന്നെ ഇവൻ്റെയും നാശം ക്ഷണം കൊണ്ട് തന്നെ സംഭവിക്കും. അങ്ങനെ ഈ അജഗര രൂപം തങ്ങളെ പിടിച്ചു വിഴുങ്ങുവാൻ വന്നാൽ എന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈകൊട്ടിക്കൊണ്ട് ഉറക്കെ ഉറക്കെ ചിരിച്ചു. യയു എന്ന് പറഞ്ഞാൽ യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഉറക്കെ കൈകൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, അവരെ സമയം അവരിൽ നിന്ന് ഭയം തീരെയും ഇല്ലാതെയായിരിക്കുന്നു. ഇടയ്ക്ക് പെട്ടെന്നൊരു ഭയം തോന്നിയെങ്കിലും പെട്ടെന്ന് ഈ ഒരു ചിന്ത ഉള്ളിൽ വന്നപ്പോൾ, തങ്ങളെ പിടിച്ചു വിഴുങ്ങാൻ വന്ന ഭഗൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ ഇപ്പോൾ ഒരു ശാന്തത പടരുകയാണ് ഉള്ളിൽ. അതുകൊണ്ട് ഇപ്പോൾ സമാധാനമായി, കൃഷ്ണനുണ്ട് കൂടെ. അതുകൊണ്ട് കൈ രണ്ടും കൈകൊട്ടി ഉറക്കെ ഉറക്കെ അവർ ചിരിച്ചു. കാരണം ഈ മുൻപിൽ കിടക്കുന്ന ഈ രൂപത്തിൻ്റെ നാശവും തങ്ങൾ കാണാൻ പോകുന്നു എന്നുള്ള ഒരു തയ്യാറെടുപ്പാണ്, അതിൻ്റെ ഒരു മുൻപേ കൂട്ടിയുള്ള ആഹ്ലാദ പ്രകടനമാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസ്മാൻ കിമത്ര ഗ്രസിതാ നിവിഷ്ടാനയം തഥാ ചേദ്ഭഗവദ്വിനക്ഷ്യതി ക്ഷണാദനേനേതി ബകാര്യുഷന്മുഖം വീക്ഷ്യോത്ഥസന്തഃ കരതാടനൈര്യയോ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കിം അത്ര ആണ്, കിം അത്ര മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ നിവിഷ്ടാൻ അയം, അതുകൊണ്ട് നായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കാം, നിവിഷ്ടാനയം. ഭഗവദ്വിനക്ഷ്യതി, അത് ശ്രദ്ധിക്കുക. ക്ഷണാദനേനേതി, അവിടെ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ബക അരിയാണ്, ബകാര്യുഷന്മുഖം. പിന്നെയുള്ളത് വീക്ഷ്യോത്ഥസന്തഃ കരതാടനൈര്യയോ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. നോക്കൂ, ഇവിടെ തങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ തങ്ങളെ രക്ഷിക്കുമെന്ന് കുട്ടികൾക്ക് ഉറപ്പു വന്നപ്പോൾ മനസ്സിൽ പടർന്ന ശാന്തിയും സമാധാനവും ആ കുട്ടികളെ എത്രമാത്രം ആനന്ദിപ്പിച്ചുവോ, തങ്ങളുടെ രക്ഷിതാവാണ് ഈ കൃഷ്ണൻ എന്നുള്ള ബോധ്യം എത്രമാത്രം അവരിൽ ഉറച്ചു എന്ന് കാണിച്ചു തരികയാണത്. ഇങ്ങനെ ആ ഭഗവാൻ കൃഷ്ണനിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ കുട്ടികൾക്ക് തങ്ങളുടെ ഉള്ളിലെ ഭയം മാറിയപ്പോൾ ആ അജഗരത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറുന്ന ഒരു കാഴ്ച അവർക്കൊരു ഭയവും തോന്നിയില്ല. ഇതുപോലെ നമുക്കുമൊക്കെ ജീവിതത്തിൽ ധാരാളം
പ്രശ്നങ്ങളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവാം, നഷ്ടങ്ങളുണ്ടാകാം. ഭഗവാന്റെ ആ സുന്ദരമായ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ ചെയ്തതുപോലെ നമുക്കും ആശ്വസിക്കാം. ഒക്കെ ഭഗവാന്റെ ലീലയാണ്. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ ആ ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്കുണ്ടാവും. വരുന്നതൊക്കെയും എല്ലാ സങ്കടങ്ങളും നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ്, നമ്മളെ ഉയർത്തുവാനായിട്ടാണ്, നമ്മുടെ ഉള്ളിലെ ഭഗവാന്റെ ശക്തിയെ തിരിച്ചറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഓരോ സങ്കടങ്ങളും ഓരോ പ്രതിസന്ധികളും ഭഗവാനെ തിരിച്ചറിയുന്നതിന് ഉള്ള അവസരങ്ങളാക്കി മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സങ്കടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയേക്കാം. പക്ഷേ മനസ്സ് തളരില്ല. കാരണം ഭഗവാനിങ്കൽ ഇപ്പോൾ ഈ കുട്ടികൾ എത്രമാത്രം വിശ്വസിച്ചുവോ അതേപോലെ ഭഗവാൻ കൈവിടില്ല എന്ന പൂർണ്ണ ബോധ്യം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ അജഗരത്തിൻ്റെ മുഖത്തിലേക്ക് വളരെ നിർഭയരായി ഇപ്പോൾ നടന്നു കയറാൻ പോകുന്ന കുട്ടികളെപ്പോലെ പ്രതിസന്ധികളിലൂടെ, സങ്കടങ്ങളിലൂടെ നമുക്കും വളരെ ശാന്തമായിട്ട് നടന്നു പോകുവാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മുന്നേ നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെ നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടത് മനോബലമാണ്. അതാകട്ടെ ഭഗവാനിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടൂ. ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസം ഈ കുട്ടികളെപ്പോലെ, ഒന്നും അറിയാത്ത കുട്ടികളെപ്പോലെ, ഈ കുട്ടികൾ നോക്കൂ, അവർ വേദങ്ങൾ പഠിച്ചിട്ടില്ല, ഭാഗവതം പഠിച്ചിട്ടില്ല, നാരായണീയം പഠിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, തങ്ങളുടെ കൃഷ്ണൻ തങ്ങളെ കൈവിടില്ല എന്ന്. ഈ ഒരു വിശ്വാസം, ഈ ഒരു ഉറപ്പ് നമ്മുടെയുമൊക്കെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ. ഭഗവാൻ ഇത്രയേറെ കാരുണ്യം നമ്മളോട് ചൊരിയുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു അവസരം നമുക്ക് തന്നു. ഇനിയും വേണ്ടത് മനസ്സിനെ ദൃഢപ്പെടുത്തുകയാണ്. ഭഗവാനുണ്ട് കൂടെ. ജീവിതത്തിൽ എന്തു തന്നെ വന്നോട്ടെ ഭഗവാൻ കൈവിടില്ല. ഭഗവാനോട് ചേർന്നിരിക്കുന്നവരെ ഭഗവാൻ അങ്ങോട്ട് ചേർത്ത് വയ്ക്കും. ഭഗവാൻ കൂടെ നടക്കും എന്നുള്ള ഉറപ്പാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.